ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ റൂബിയുടെ ഒരു ബർത്ത്ഡേ വീഡിയോ എന്ന് പറയാം. എന്നാലും ആഘോഷങ്ങളൊന്നുമില്ല, വെറുതെ അവളെ ഒന്ന് കൊണ്ടുപോയിട്ടൊന്ന് സ്പാ ചെയ്യിച്ചു കൊണ്ടുവന്നു. കാരണം നമ്മൾ ഈ 6 വർഷമായിട്ട്, റൂബിക്ക് 6 വയസ്സായില്ലേ, 6ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വരെയും അവൾക്ക് സ്പാ ചെയ്യിക്കാനൊന്നും കൊണ്ടുപോയിട്ടില്ല. കാരണം ഇവൾ നിന്ന് കൊടുക്കുമോ എന്നൊക്കെ നമുക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുപോകാത്തത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവർക്ക് നൂഡിൽസ് മതി എന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നൂഡിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പപ്പക്കും എനിക്കും നമ്മൾ പൊറോട്ട ലുലുമോളിൽ നിന്ന് മേടിച്ചില്ലേ, അത് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് കടലക്കറി, തലേദിവസത്തെ കടലക്കറി കൂട്ടിയിട്ട് ഞാനും പപ്പയും കഴിക്കുന്നുണ്ട്. റോജറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ റോജറിന് ഇതൊന്നും വേണ്ട, റോജറിന് ഇത്തിരി പുട്ടുണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ റോജറിന് വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയൊരു കഷ്ണം പുട്ട്, ഒരു അര ഭാഗം മാത്രം ആ കണയിൽ അത്രേ ഉണ്ടാക്കിയുള്ളൂ. അത് മൊത്തത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളിങ്ങനെ നൂഡിൽസ് കഴിക്കണ കാണുമ്പോൾ കുറേ അധികം പേര് മനസ്സിലും ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് ഇങ്ങനെ നൂഡിൽസ് ഇവർ കഴിക്കുന്നത് എന്നുള്ളതും. അതുപോലെ 1-2 കമൻറ്റും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നൂഡിൽസ് നല്ലതല്ലല്ലോ. ശരിയാണ്, എൻ്റെയും അഭിപ്രായം അത് തന്നെയാണ്. പക്ഷേ ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഷിപ്പിലൊക്കെയുള്ള ഫുഡുകളുടെ കാര്യങ്ങളൊക്കെ ഇവർ പറയും നമ്മുടെ അടുത്ത്. അപ്പോൾ അത് വെച്ചിട്ട് ഈ നൂഡിൽസൊക്കെ ഒന്നുമല്ല. അപ്പോൾ കഴിക്കാൻ തോന്നുന്ന ഭക്ഷണം കഴിക്കുന്നത് അത്രയേ ഉള്ളൂ. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു അടി കൊടുത്തൊക്കെ റെഡിയാക്കാം. പക്ഷേ ഇതിപ്പോൾ വലിയ കുട്ടികളാണ്, നമ്മളെക്കാൾ അറിവുള്ള കുട്ടികളാണ്. പിന്നെ നമ്മൾ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നെന്ന് മാത്രം. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് റൂബിയുടെ ബർത്ത്ഡേ ആണെങ്കിലും നമ്മൾക്ക് കഴിക്കാനല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. റൂബി വെറുതെ വേവിച്ച ചിക്കൻ മാത്രമല്ലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ അവൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ പപ്പ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ കൊണ്ടുവന്ന് വെച്ച്, അപ്പോൾ അവിടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. പപ്പ ഇവിടെ പോയി വന്നു കഴിഞ്ഞാൽ ഒരുപാട് വിശേഷം ഉണ്ടാകും കേട്ടോ പറയാൻ. അപ്പോൾ പോയ സ്ഥലത്തെ വിശേഷം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ചില്ലറ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മേടിക്കും. ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതൊക്കെ ഞാനിങ്ങനെ മേടിപ്പിക്കും. ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒക്കെ വരും. പിന്നെ നമ്മൾ ഇത്തവണ ലുലു മോളിൽ പോയിട്ടും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇത്തവണ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ബീഫ് കറി വെക്കാൻ പോണത്. കാരണം ഇത് ചിക്കൻ്റെ ഒരു ഡിഷും പുലാവുമാണ് ഇന്നിവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പപ്പ കഴിക്കൂല എന്തായാലും. ചിക്കൻ്റെ മഞ്ചൂരിയനോ ചില്ലി ചിക്കനോ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കണം. അപ്പോൾ അതൊന്നും പപ്പ ചിക്കൻ ഡിഷുകളൊന്നും കഴിക്കില്ല. അപ്പോൾ ഒരു ബീഫ് കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോജറിനും റയനും അതിഷ്ടമാണ്. അവർക്ക് എല്ലാം ചേർത്തിട്ട് കഴിക്കാം. പപ്പയ്ക്ക് ബീഫ് കറിയും കഴിക്കാം. അങ്ങനെ വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുക്കറിൽ തന്നെ അത് ഒന്ന് മൊരിച്ച് സവാളയൊക്കെ നല്ലോണം വഴറ്റി എല്ലാം കഴിഞ്ഞിട്ട് ഇത് ബീഫ് വെന്ത് കഴിഞ്ഞിട്ട് ഒരു 1/4 വേവിൽ നമ്മൾ ഓഫ് ചെയ്തിട്ട് പിന്നെ ദേ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചിട്ട് എടുക്കണേട്ടോ. കുക്കർ ഒരു വിസിലടിക്കുമ്പോൾ അല്ലെങ്കിൽ വിസിലടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അങ്ങനെ ഓഫ് ചെയ്യും കേട്ടോ. കാരണം അധികം വേവില്ലല്ലോ ഉരുളക്കിഴങ്ങിന്. അപ്പോൾ ചിക്കൻ ഇത് ബീഫിൻ്റെ ബാക്കിയുള്ള വേവുണ്ടെങ്കിൽ അത് കൂടിയിട്ട് ഈ കൂട്ടത്തിൽ തീരും. അപ്പോൾ അങ്ങനെ 2ാമത്തെ തവണ കുക്കർ തുറന്നിട്ട് ഇത് ഉരുളക്കിഴങ്ങിട്ട് അത് അടച്ചു വെച്ചിട്ടാ. അപ്പോൾ അത് വേഗം കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ബീഫ് നേരത്തെ ഉള്ളത് ഞാൻ പുറത്തെടുത്ത് തണുപ്പൊക്കെ മാറ്റി രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം അത് ചെയ്തു. പിന്നെ അടുത്തൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് ഒന്ന് കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പണികൾക്ക് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോപ്പറിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചെൻ്റെ അടുത്ത്, ഇതാണ് അവസ്ഥ. കുറച്ച് വലിയ പീസസ് ആയിട്ട് ഈവനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അത് പല പല അളവിലാണ് വന്നേക്കുന്നത്. അതായത് അത് കുറേ ചെറിയ തരി പോലെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാനാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത്രയും തരിതരി പോലെ ചോപ്പ് ചെയ്തിട്ട് നമ്മളേതായാലും പുലാവിന് ഇടൂലല്ലോ, കുറച്ച് കാണുന്ന രീതിയിലുള്ള പീസസ് ആക്കി എടുക്കാം. അപ്പോൾ പിന്നെ ഏതായാലും ഇങ്ങനെ ആയ സ്ഥിതിക്ക് അത് ഇങ്ങനെ കൊത്തിയരിഞ്ഞെടുക്കേണ്ട അവസ്ഥയായി. കാരണം ഞാൻ എല്ലാ ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്ത് പോയല്ല. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കട്ട് ചെയ്തെടുക്കണ പോലെ നന്നായിട്ട് കറക്റ്റ് നമ്മുടെ അളവിന് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചും പോയി. അങ്ങനെ പിന്നെ എല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്ത് കേട്ടോ, നമ്മൾ കത്തി വെച്ച് അവിടെ ഇട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തേട്ടാ. പിന്നെ സവാളയൊക്കെ നമുക്ക് ചോപ്പ് ചെയ്ത് അതിനകത്ത് നല്ല തരിതിരി പോയി നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ. എങ്കിലും വലിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ. നൂല് വെച്ചിട്ട് വലിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്കും അത് തന്നെ ഇഷ്ടപ്പെട്ടു. കാരണം അവരെ കൊണ്ട് ഞാൻ ചെയ്യിച്ചപ്പോൾ അവരും പറഞ്ഞത് ഇത് ഒരു സുഖമില്ല, മറ്റേത് വലിയ കുഴപ്പം കൂടാതെ ചെയ്തെടുക്കാം എന്നാണ് അഭിപ്രായം. അപ്പം അതാണ് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം. അതാരും മേടിക്കണ്ട എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഞാൻ മുഴുവൻ മസാല നെയ്യിൽ പൊട്ടിച്ചിട്ട് സവാള ആദ്യം ഇട്ടിട്ട് ഒന്ന്
വഴറ്റി ഒന്നായി കഴിഞ്ഞിട്ട് പുറകെ നമ്മൾ വെജിറ്റബിൾസ് ക്യാരറ്റും ബീൻസും മാത്രമാണ് ഞാൻ ഇടുന്നത്. ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസൊക്കെ ഇടാം. പക്ഷേ ഉരുളക്കിഴങ്ങ് എൻ്റെ കയ്യിലുണ്ട്, ഗ്രീൻ പീസ് ഇല്ല. ഗ്രീൻ പീസ് ഉണ്ടാകുന്നെങ്കിൽ ഞാൻ ഇട്ടേനെ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിലും എനിക്ക് അത് ഇടാൻ തോന്നിയില്ല. ഇവർക്ക് ആർക്കും ഉരുളക്കിഴങ്ങിനോട് അത്ര വലിയ താല്പര്യമില്ല. അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം കേട്ടോ. ക്യാബേജ് ഇടാം, കോളിഫ്ലവർ ഇടാം, അങ്ങനെയൊക്കെ ഇടാം. അപ്പോൾ അത് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4 കപ്പിന് 8 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഈ വെജിറ്റബിൾസിനും എല്ലാം കൂടി ചേർത്തിട്ട് 3 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കണം. ആദ്യം ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് വെജിറ്റബിൾസിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പിന്നെ 2.5 ടീസ്പൂണാണ് ഇപ്പോൾ ഇട്ടത് കേട്ടോ. അത് കറക്റ്റ് ഉപ്പാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, 1 കപ്പ് അരിക്ക് 250 ml 1 കപ്പ് അരിക്ക് 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ഉപ്പിടുക. അതിൽ കൂടുതലായാൽ ഭയങ്കര ഉപ്പായി പോകും. എന്നിട്ട് പിന്നെ അത് തിളച്ചിട്ട് ഞാൻ അരി കഴുകി ഊറ്റിയൊന്നും വെച്ചിട്ടൊന്നുമില്ല. അതിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ആ വെള്ളത്തോടുകൂടി തന്നെയാണ് ഇടണത്. കാരണം നമ്മൾ ജീരകശാല റൈസ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞൊന്നും പോകില്ല. ഇരുന്ന് ഒന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല വിട്ട് കിട്ടുന്ന ഇതായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വെന്ത് കുഴഞ്ഞ് പോകില്ല. വെള്ളം കൂടിപ്പോയാൽ പോലും വെന്ത് കുഴഞ്ഞ് പോകില്ല. അപ്പോൾ അതിപ്പോൾ പപ്പ മേടിച്ചിട്ട് വന്നാട്ടെ. എൻ്റെ കയ്യിൽ റൈസ് ഒരു 1.5 കപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പപ്പ ഇപ്പോൾ പോയിട്ട് ഫാമിലി ജീര റൈസ് കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മളുടെ ചിക്കൻ മഞ്ചൂരിയനാണ് ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി, സോയാ സോസ്, ഉപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, ഒരു കോഴിമുട്ട. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ചിക്കൻ പീസുകളൊന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അവിടെ ഒരു സമയമുണ്ടെങ്കിൽ കൂടുതൽ നേരം വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ വെക്കുക. എന്നിട്ട് അതൊന്ന് പിടിച്ച് ആ സോയാ സോസും ഇതിൻ്റെ എല്ലാം ആ ഒരു ടേസ്റ്റ് ഇതിൽ പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതിനകത്ത് ഇത്തിരി കോൺഫ്ലോർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കോൺഫ്ലോർ ചേർക്കണതിന് അപ്പോൾ നല്ല ക്രിസ്പായിട്ടിരിക്കും, കുതിർന്നങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ആദ്യം ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സവാളയൊക്കെ ഒരുവിധം ഒരുപാട് പൊടി പോലെ അരിയാതെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം 2 കളർ ഉള്ളതും കൂടിയിട്ട് ചോപ്പ് ചെയ്ത് വെച്ച്. അപ്പോൾ ഇനി നമ്മൾ കുക്ക് ചെയ്യണ സമയമായി കഴിഞ്ഞ് അപ്പോഴേക്കും ഞാൻ കോൺഫ്ലോർ ഇട്ട് ഇതുപോലത്തെ 2 കപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 2 കപ്പ് നിറച്ച് കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. അത് വേഗം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വറുക്കാൻ പോണേണ് കേട്ടോ. അപ്പോൾ വറുക്കുന്ന സമയത്ത് എപ്പോഴും ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ തന്നെ എടുക്കണതാണ് എപ്പോഴും നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ഈ ഒരു രുചിക്ക് ശരിയാവില്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഇടരുത്. അപ്പോൾ അങ്ങനെ ഞാൻ റൈസ് ബ്രാൻ ഓയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് ഈ റൈസ് ബ്രാൻ ഓയിൽ എന്ത് സാധനമാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ബ്രാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തവിടില്ലേ, അതിൻ്റെ എണ്ണയാണെന്നാണ് പറയണത്. അങ്ങനെ പറഞ്ഞാണ് നമുക്ക് തരണത്. ഇനി എന്തൊക്കെയാണ് അതിനകത്ത് മിക്സ് ചെയ്തൊക്കെ നമുക്ക് തരണേന്നൊന്നും അറിയില്ല. ഏതായാലും നമ്മുടെ നെല്ലിൻ്റെ തവിടില്ലേ, അതിൻ്റെ എണ്ണയാണ് ഈ റൈസ് ബ്രാൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് വേണ്ട സോസുകൾ ഞാൻ ഇടുന്നതാണ്. ആദ്യം ഇട്ടത് ടൊമാറ്റോ സോസാണ്. പിന്നെ നമ്മൾ സോയാ സോസ് ഇട്ട്, ചില്ലി ഗാർലിക് സോസ് ഇട്ട്, ഇതിപ്പോൾ ചില്ലി സോസാണ് ഇടുന്നത്. പിന്നെ വേറൊരു സോസ് കൂടി ഞാനിട്ട്, അത് അന്ന് നമ്മൾ ലുലു മോളിൽ നിന്ന് ഫ്രൈഡ് റൈസിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റിർ ഫ്രൈ ടെറിയാക്കി സോസ്. ഇതെന്താണെന്ന് പോലും എനിക്കറിയില്ല. ഏതായാലും അത് നൂഡിൽസിലും കറികളിലും ഒക്കെ ഇടുന്നതൊക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിന് ഞാൻ അതുകൂടി ഇതിനകത്ത് കുറച്ച് ഇട്ട്, പിന്നെ കുറച്ച് വെള്ളം, നമ്മളുടെ കറിക്ക് ആ ഒരു കൊഴുപ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം ചേർക്കേണ്ടവർക്ക് ആ സമയത്ത് കൂടുതൽ വെള്ളം അതിനകത്ത് ചേർക്കുക. കൊഴുപ്പ് എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് കൂടുതൽ വെള്ളം സോസിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടത് അവിടെ കലക്കി ഞാനവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിൽ കൂടുതലുള്ള എണ്ണയും ഒഴിച്ച് മാറ്റിയിട്ടുണ്ട്. അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടണമെന്ന് നിർബന്ധമില്ല. മറ്റേ വെളുത്തുള്ളി മാത്രം ചോപ്പ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ എനിക്ക് കുറേ പണികളുള്ളതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് റെഡിയായിട്ട് കയ്യിലുള്ളത് കൊണ്ടും അത് ഇട്ടതാണ്. അതിന് ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചോപ്പ് ചെയ്ത ഗാർലിക്ക് മാത്രം ഇട്ടാലും മതി. പിന്നെ നമ്മൾ സവാള പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കണത്. പെട്ടെന്ന്
ഇതൊന്ന് വേഗാതെ പുറം മാത്രം ഒന്ന് കളറ് മാറി വന്നാൽ മാത്രം മതി. എന്നിട്ടിനി ഇതിനകത്തേക്ക് നമ്മൾ ഏറ്റവും അവസാനം ആണ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം കേട്ടോ. ക്യാപ്സിക്കം പച്ചക്ക് തന്നെ കിടക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് പിന്നെ അതും ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ സോസുകളൊന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉപ്പ് നോക്കണം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ഇതും കൂടി ഇതിന് വേണം. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഏറ്റവും അവസാനം ഇത് പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്തത് കേട്ടോ. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞിട്ട് ഈ സോസ് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ചിക്കനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോസൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പുണ്ടാവും. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഉപ്പൊന്നും ഇടാതെ ഇത് ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഉപ്പിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഏതായാലും ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇത്തിരി കോൺഫ്ലോറും കൂടി ഇട്ട് കലക്കി ഒഴിച്ചു കൊടുക്കണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളം അതിൻ്റെ ഒരു ഗ്രേവി എന്തോരം വേണമെന്ന് വെച്ചാൽ അങ്ങനെ. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കി എടുത്തിട്ടാണ് റിച്ചാണ് കൊടുത്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ അന്ന് അവൻ പറഞ്ഞു, മമ്മി ഇതങ്ങനെ എടുക്കണ്ട, ഇത് അധികം ലൂസാക്കണ്ട, ഒരുവിധം തിക്കായിട്ട് തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞ ഓർമ്മയിൽ ഞാൻ അധികം വെള്ളം ചേർത്തില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ ഗ്രേവി വേണമെന്ന് തോന്നണവർക്ക് ആ സോസിൻ്റെ അകത്ത് നിങ്ങൾ കൂടുതൽ വെള്ളം ചേർത്തെടുത്താൽ മതി. 1/2 കപ്പ് വെള്ളത്തിന് പകരം 1/2 കപ്പ് 1 കപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ട് കലക്കി വെച്ചിട്ട് ഇതുപോലെ ഏറ്റവും അവസാനം കോൺഫ്ലോർ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കനൊക്കെ നല്ലൊരു തിളക്കം ഒരു ഗ്ലേസിങ് ആയിട്ടിരിക്കും കേട്ടോ. അങ്ങനെ എണ്ണയിരിക്കുള്ളൂ നല്ലത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുലാവാണ്. ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് ഈ ഒരു പുലാവിനെ തന്നെയാണ് മിക്ക ആളുകളും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേയുള്ള വീഡിയോകളിൽ ഫ്രൈഡ് റൈസും പുലാവും തമ്മിലുള്ള വ്യത്യാസം ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചിരുന്നത് ഇത് തന്നെയാണ് ഫ്രൈഡ് റൈസ് എന്നാണ്. പക്ഷേ കുട്ടികളാണ് പറഞ്ഞത്, മമ്മി ഇത് പുലാവാണ്. ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കണം, റൈസ് എല്ലാം നല്ല ഫ്രൈ ചെയ്ത് കളറ് മാറ്റിയെടുക്കണം, അതാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ അത് കുറച്ചായിട്ട് നമ്മളിട്ടിട്ട് ചെയ്തെടുക്കണം. കുറേ അധികം ഒന്നിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അത്ര താല്പര്യം കാണിക്കാറില്ല, ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഇത്രയും ആളുകൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ നേരം പോകും, കൈവേദന എടുക്കും, ഒത്തിരി നേരം ഇട്ട് വറുത്തെടുക്കണം. കുറേ സോസുകളൊക്കെ ഒഴിക്കണം. ഇതിനകത്ത് നമ്മൾ പുലാവിൽ സോസുകളൊന്നും തന്നെ ഇല്ല, മുഴുവൻ മസാലയാണ് പൊട്ടിക്കണം. ഫ്രൈഡ് റൈസിന് നമ്മൾ മുഴുവൻ മസാലകളൊന്നും ചേർക്കില്ല, സോസുകളുടെ രുചിയിലാണ് അതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വ്യത്യാസം. നേരത്തെ അത് തന്നെ പറഞ്ഞത്, ക്യാമറ ഓഫ് ചെയ്തപ്പോഴും അത് തന്നെ പറഞ്ഞത്, ഇപ്പോഴും അത് തന്നെ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു പറയിപ്പിക്കലാണ്. എടാ എനിക്ക് കൊച്ചുങ്ങളല്ലേ പറഞ്ഞു പറയിപ്പിക്കാൻ. ഇനി റയൻ ഞാൻ സത്യമേ പറഞ്ഞു. പറ. ഇഷ്ടപ്പെട്ടാ? നല്ല ടേസ്റ്റ്. താങ്ക് യു. റോജർ വന്നിട്ടില്ല, റോജർ വർക്ക് കഴിഞ്ഞ് വന്നാലേ കഴിക്കുള്ളൂ. അതമ്മ പോകാം നമുക്ക് ആ കൊച്ചു വന്നിട്ടടാ. അങ്ങനെ റൂബിനെ കൊണ്ട് ഞാനും റിച്ചാർഡ് റയനും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ പനമ്പള്ളി നഗറിലെ ഹെഡ് സപ്പോർട്ട് ടെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാ ചെയ്യുന്ന സ്ഥലത്ത് ആണ് കൊണ്ടുപോണത്. 2:30 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് അവർ തന്നിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള സമയത്ത് എടുക്കാട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു സൗകര്യപ്രദമായിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ചോദിച്ച ആ ഒരു സമയം തന്നു. അത്രയും രാവിലെയും വൈകുന്നേരം ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ റൂബിനെ കൊണ്ടുപോകണതാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് ഇവൾ എങ്ങനെ അവിടെ നിന്ന് കൊടുക്കുവാന്നൊക്കെ ഉള്ളത്. അപ്പോൾ പനമ്പള്ളി നഗറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹെഡ്സ് ഫോർ ടെയിൽസ്, ഈ ഡോഗിൻ്റെ പെറ്റ്സിൻ്റെ പൂച്ചയുടെ ഉണ്ടാടാ, പൂച്ചയുടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പെറ്റ്സിൻ്റെ ഫുഡ് അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ തന്നെയാണ് ഈ സ്പായൊക്കെ ചെയ്യുന്നത്. അപ്പോൾ റിച്ചാർഡ് പണ്ട് കഴിഞ്ഞ വർഷം ചെന്നൈയിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഹെഡ്സ് ഫോർ ടെയിൽസിൽ നിന്ന് അവർ ഫുഡൊക്കെ മേടിച്ച് കൊണ്ടുവന്നത് നിങ്ങൾ ചിലവരെങ്കിലും ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് പനമ്പള്ളി നഗറിലുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അവിടെ പോയി മേടിക്കാറുണ്ട് കേട്ടോ ഫുഡ്. പക്ഷെ ആദ്യമായിട്ടാണ് സ്പാക്ക് കൊണ്ടുപോകുന്നത്. സ്പാക്ക് കൊണ്ടുപോകുന്ന ആളാണിത്.
അങ്ങനെ ഒരുപാട് നാൾ റൂബിനെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് നമ്മൾ മനസ്സിൽ വെച്ചിരുന്നൊരു കാര്യമാണ് ഇന്ന് സാധിച്ചത്. എന്തും വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകണേണ്. അപ്പോൾ പോകുന്ന സമയത്ത് റിച്ചാർഡ് ഒരുപാട് കളിയാക്കണുണ്ട് റൂബിനെ. ഒരു വലിയ ബിഗ് ഷോപ്പർ എടുത്തേക്കായിരുന്നു. അവർ ആ ബിഗ് ഷോപ്പറിൽ ഇട്ടിതിനെ ഇങ്ങോട്ട് തരും, ഞങ്ങളെ കൊണ്ട് ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട്. നമ്മളുടെ വീട്ടിൽ കുളിപ്പിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൾ കിടന്ന് കാണിക്കണം നമുക്കറിയാമല്ലോ. അപ്പോൾ അതൊന്നും അവർ സഹിക്കൂല, അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ ആ ബിഗ് ഷോപ്പറിൽ ഇട്ടിങ്ങോട്ട് തരും. അതുകൊണ്ട് ഒരു ബിഗ് ഷോപ്പർ എടുത്തോ എന്നൊക്കെ കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കണേട്ടാ. അപ്പോൾ നമ്മുടെ റയൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതുപോലെയുള്ള കോമാളിത്തരമൊക്കെ കാണിച്ച് റൂബിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു. അതായത് അവൾക്ക് ഇതിൻ്റെ പൊക്കത്തിലിരുന്നിട്ട് കാഴ്ച കാണാൻ പറ്റിയ രീതിക്കൊക്കെ അവൻ ഇരുത്തുന്നതാണ് കേട്ടോ. അത് അങ്ങനെയൊക്കെ ഇരുന്ന് അവൾ കാഴ്ചയൊക്കെ കണ്ട് പനമ്പള്ളി നഗറിലെത്തി. ഇതാണ് ഹെഡ്സ് അപ്പ് ഫോർ ടെയിൽസ്. ഇതിൻ്റെ ബ്രാഞ്ചുകളെന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം നമ്മളുടെ ഇവിടെ പനമ്പള്ളി നഗറിൽ തന്നെ 5 ഉണ്ട് പല പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കുറച്ച് സ്ഥലങ്ങളിലേക്ക് ആ നമ്പറിൽ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ലൊരു ഫീഡ്ബാക്ക് പറഞ്ഞത് ഈ ഒരു സ്ഥലത്തായതുകൊണ്ട് ഇവിടുത്തെ സർവീസ് വളരെ നല്ലതാണെന്ന് എല്ലാവരും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ പരിസരം. നമ്മുടെ ആര്യാസ് പാർക്ക് റെസ്റ്റോറൻറ്റില്ലേ അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് അകത്തേക്ക് കയറി. പിന്നെ അവിടെ അങ്ങോട്ട് കയറിയതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. റൂബിനെ അവർ വന്ന് മുകളിലേക്ക് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ താഴെ ഒരു ഷോറൂമാണ് ഇവരുടെ ആക്സസറീസും ഫുഡൊക്കെ ഉള്ളത്. പെറ്റ്സിൻ്റെ ഫുഡും ഡ്രസ്സ് ഒക്കെ ഇല്ലേ അത്, പിന്നെ ഈ ഇങ്ങനെയുള്ള ആക്സസറീസ്, കോസ്റ്റ്യൂം, ഇങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ. പിന്നെ ഷാമ്പൂ, അങ്ങനെ കുറേ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ഇവിടെ താഴെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ, നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. അപ്പോൾ മുകളിലാണ് ഇവരുടെ കുളിയൊക്കെ നടക്കുന്നത് കേട്ടോ, സ്പാ ചെയ്യുന്നതൊക്കെ മുകളിലാണ്. അപ്പോൾ ഇനി അവർ നമ്മളെ വിളിച്ചങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് മ്യൂസിക് ഇട്ടേക്കണതുകൊണ്ട് തന്നെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടേക്കണേണ്. മ്യൂസിക് ഉണ്ട്, അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാകും എൻ്റെ വീഡിയോയിൽ, അതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തേക്കുന്ന. അങ്ങനെ ഇത് കണ്ടിട്ട് ഞാനാകെ അന്തം വിട്ട് നിൽക്കണേണ്. കാരണം ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ പണ്ട് UK-ലായിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ പെറ്റ്സിൻ്റെ സ്ഥലത്ത് പോകുമ്പോൾ ഉള്ള അതേ കാഴ്ചകളായിരുന്നു ഇവിടെ. ഇപ്പോൾ അതുപോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എനിക്കിത് വിദേശത്ത് നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. ആ ഒരു ഇംഗ്ലീഷ് സോങ്ങും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇവർ ഈ വർക്ക് ചെയ്യുന്ന ഒരു 5 കുട്ടികളുണ്ട് കേട്ടോ. അവർ വന്നിട്ട് ഇവളെ പിടിക്കാനായിട്ട് നോക്കിയിട്ടൊന്നും ഇവളെ നിൽക്കണില്ല. അവസാനം അവരെന്തൊക്കെയോ ഒരു കഴുത്തിലൊക്കെ ഒന്ന് തടവിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ എടുത്തുകൊണ്ട് പോകണേണ്. പുറകെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. ഇവൾ ഇനി ബഹളം കൂട്ടണ്ടെന്ന് ചോദിച്ചു. പക്ഷേ അതിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് അവൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. 3 ഡോഗിന് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫെസിലിറ്റി എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലും പിന്നെ വേറെ ഒരെണ്ണത്തിലും ഡോഗ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെല്ലുന്നതിന് തൊട്ട് മുൻപായിട്ട് സൈബീരിയൻ ഹസ്കീനെ ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു ഡോഗ് പൂഡിലുണ്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ഭംഗിയുള്ളൊരു ഡോഗ് കേട്ടോ. അപ്പോൾ അങ്ങനെ 3 ഡോഗിന് ഒരുമിച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസാണ് ഇതിൽ അറേഞ്ച് ചെയ്തേക്കണം ഇവർ. നല്ല രസമുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് നിന്നില്ല കേട്ടോ. ആദ്യം തന്നെ ചെവിയാണ് ക്ലീൻ ചെയ്യണത് കേട്ടോ. ചെവി ക്ലീൻ ചെയ്ത് അങ്ങനെ കണ്ടിട്ട് ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നോക്കാം, ഗ്ലാസ് ഇട്ടേക്കണമെന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കളഞ്ഞില്ല, നേരെ താഴേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഇവളുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് താഴേക്ക് ഇറങ്ങിപ്പോന്നു. അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ദൂരത്തുനിന്ന് വന്നേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ തന്നെ നിന്ന്. അടുത്തൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ടുപോയി അവിടെ ആക്കിയിട്ട് പിന്നെ 1 മണിക്കൂർ വന്ന് കഴിഞ്ഞിട്ട് ഇവരെ എടുത്ത് പോയാൽ മതി. ഇനി അഥവാ നമുക്ക് വരാനായിട്ട് സൗകര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഈ ഡോഗിനെ ഹോം ഡെലിവറി ഉണ്ട്, വീട്ടിലെത്തിച്ചു കൊടുത്തേക്കും. അതും ഞങ്ങൾ അവിടെ നിന്നിട്ട് കണ്ടായിരുന്നു. കാരണം ആ പൂടിലില്ലേ അതിനവർ ഇതേ കൊണ്ടുപോകണേണ് കണ്ട, അതിനെ കൊണ്ടുപോയിട്ട് അവർ തന്നെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ തന്നെ നിന്ന് നമ്മളുടെ ഡോഗിനെ കൊണ്ട് തന്നെ പോരണമല്ല എന്ന് വിചാരിച്ചിട്ട്. നെക്ക് കരച്ചിലുള്ളത്. ഇതെങ്ങനെ ശബ്ദം? ഇതിന് ശബ്ദമില്ലല്ലോ, ഇത് കടിക്കണതാണ്. ഇത് കടിക്കാനുള്ളത്. ബാക്കിയുള്ള ശബ്ദം ഉണ്ടാക്കുന്ന ടീം
വേണ്ട ഇറക്ക് നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഒരു സാധനം പോലും നമുക്ക് പറ്റില്ല. അപ്പം നമ്മുടെ റയനെ കൊണ്ട് എവിടെയെങ്കിലും പോയാലേ നമ്മൾക്ക് ഒരു നിയന്ത്രണം കിട്ടാത്ത രീതിയിൽ നമ്മൾ ചിരിച്ചു പോകും. ഇപ്പം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവൻ തന്നെ പറയുന്നുണ്ട്, കടയിലുള്ള സ്റ്റാഫ് നമ്മളെ കാണുന്നത് ബാംബു ബോയ്സിനെ കാണുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതും പറഞ്ഞ് ഭയങ്കര ചിരിയാണ് കേട്ടോ. ഏതായാലും ഞങ്ങളത് നന്നായിട്ട് ആസ്വദിക്കാൻ 1 മണിക്കൂർ അവിടെ നിൽക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നന്നായിട്ടൊന്ന് ആസ്വദിച്ച് ഇവരുടെ ഇതൊന്നും നമ്മൾ മേടിച്ചില്ല. കാരണം റൂബിക്ക് ഇതൊന്നും വലിയ താല്പര്യമില്ല. അവൾ തിരിഞ്ഞു നോക്കില്ല. പിന്നെ അങ്ങനെ മേടിച്ചൊന്നുമില്ല ഒന്നും. അപ്പോൾ ഓരോ ടോയ്സും ഞാൻ എടുക്കുമ്പോഴില്ലേ അതിൻ്റെ ശബ്ദം ഭയങ്കര ക്യൂട്ടാണ്. ഓരോ ടോയ്ക്ക് അതിൻ്റേതായ ഒരു ശബ്ദമുണ്ട്. പക്ഷേ ഇവിടെ ഈ സോങ് പ്ലേ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ശബ്ദം കേൾപ്പിക്കാനേ പറ്റിയില്ല കേട്ടോ. കുറേ ഷീപ്പ് അതുപോലെ കുറേ സംഭവങ്ങളുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു ശബ്ദമുണ്ട്. നല്ല രസമുണ്ട് അത് കേൾക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ ശബ്ദമൊക്കെ ഞങ്ങൾ നെക്കി നോക്കണേ. അപ്പോഴാണ് അവൻ പറയണത്, മമ്മി അവർ നമ്മളെ ബാംബു ബോയ്സ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാംബു ബോയ്സിൻ്റെ സിനിമ അറിയാമല്ല, അതേ അവസ്ഥയിലാണ് നമ്മളെന്നാണ് അവൻ പറയണത്. സ്വയം ട്രോളണേണ് അവൻ, അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ പിഗിൻ്റെയൊക്കെ ശബ്ദം നല്ല രസമുണ്ടാക്കി കേൾക്കാനായിട്ട്. പക്ഷേ അപ്പം നല്ല പാട്ടായതുകൊണ്ട് ഞാൻ പിന്നെ അത് എടുത്തില്ല. ഇതിൻ്റെയൊക്കെ നല്ലൊരു ശബ്ദമാണ്, കോഴിയുടെ ശബ്ദം, അതൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രസമുണ്ട്. പക്ഷേ നമ്മളുടെ റൂബി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കൂല, അവൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഭയങ്കര വിലയാണല്ലോ സാധനങ്ങൾക്ക് കേട്ടോ. നല്ല വിലയുണ്ട്. കാരണം അത്രയും ക്വാളിറ്റിയുള്ള പുറത്തുനിന്ന് ഒക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. കൂടുതലും ജർമ്മനി അവിടെ നിന്നൊക്കെ വന്നേക്കുന്ന സാധനങ്ങളാണ്, എല്ലാം ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ അതിൻ്റേതായ വിലയുണ്ട്, അതിൻ്റേതായ ഭംഗിയുണ്ട്, ക്വാളിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് ഏതായാലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇവിടുത്തെ പ്രൊഡക്ട്സുകൾ. വിലയുണ്ട്, ഒരുവിധം നമുക്ക് നല്ല വിലയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. റൂബിക്ക് ഹാർനസ്, ആ ഒരു ലീഷ് എല്ലാം പുതിയതാക്കണം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ. ഏതായാലും ബർത്ത്ഡേ അല്ലേ, അവൾക്ക് കുറച്ച് ബർത്ത്ഡേ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുക. കഴിഞ്ഞ വർഷം ഇവിടെ ബർത്ത്ഡേ ഒന്നും നമ്മൾ ഒട്ടും തന്നെ അവൾക്ക് ഒന്നും ചെയ്തില്ല. കാരണം കേക്കൊക്കെ എല്ലാ കൊല്ലവും നമ്മൾ കേക്ക് ഉണ്ടാക്കി അവൾക്ക് തൊപ്പിയൊക്കെ വെച്ചിട്ടൊക്കെ കേക്ക് കട്ട് ചെയ്യിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവൾക്കത് ഉപയോഗിക്കാനൊന്നും കേക്കൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളല്ലേ കഴിക്കണത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ കേക്ക് കട്ടിങ് ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് അവൾക്ക് ഉപയോഗിക്കേണ്ട കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം ഒക്കെ മേടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ മേടിച്ചൊക്കെ വെച്ച് ഇനി ബാക്കി ഒരു സാധനം അവൾ കുളി കഴിഞ്ഞ് താഴെ എത്തിയിട്ട് വേണം അവൾക്ക് ഇട്ട് നോക്കിയിട്ട് വേണം ഹാർനസ്സൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ താഴെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാം കുളിക്കണതും എല്ലാം. കുളിക്കണത് കാണാൻ പറ്റില്ല. കുളിക്കണത് ഞാൻ നേരത്തെ കാണിച്ചില്ല, അതിൻ്റെ അകത്ത് ടബ് ഇങ്ങോട്ട് മാറിയിരിക്കുന്നത്. ബാക്കിയുള്ള ഇത് ഗ്രൂമിങ് എല്ലാം നമ്മൾക്ക് ഇതിലൂടെ കാണാം കേട്ടോ. ഏതായാലും ഇവളിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കേ എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ. ശരിക്കും നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഇങ്ങനെ പെൺകുട്ടികൾ വരില്ലേ, അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭംഗി പോലെ തന്നെ ഒരു ഭംഗി, നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. കാരണം ഇത് ഇവർ ചെയ്യുന്നത് ഇവളുടെ രോമമൊക്കെ ഒന്ന് ട്രിം ചെയ്യും. കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ, രോമം ട്രിം ചെയ്യും. മറ്റേ കൈ നഖമൊക്കെ ഇല്ല, അതെല്ലാം വെട്ടി നന്നായിട്ട് ഫയൽ ചെയ്തിട്ട് വെക്കും. നല്ല ഉരുണ്ടിരിക്കും നഖത്തിൻ്റെ അറ്റമൊക്കെ, നല്ല ഭംഗിയായിട്ട്. പിന്നെ അവരുടെ പോസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് അഴുക്കുണ്ടാവും. അതെല്ലാം ക്ലീൻ ചെയ്ത് ക്രീമിട്ട് നല്ല സ്മൂത്താക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ ഏറ്റവും അത് പറഞ്ഞില്ല, ആ ചെവി ക്ലീൻ ചെയ്യല്, ചെവിയുടെ അകത്തുള്ള അഴുക്കെല്ലാം ക്ലീൻ ചെയ്യും. പിന്നെ ഇവർ നല്ല രീതിയിൽ ഉണക്കി ഒരു തരി പോലും നനവില്ലാതെയാണ് നമുക്ക് തരുന്നത് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇവൾക്കൊക്കെ സ്കിന്നിന് പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലായിരുന്നു, ഒന്നും പറയാനില്ല, അടിപൊളി. അപ്പോൾ ഇപ്പോൾ റിച്ചാർഡ് പറഞ്ഞത് 3 മാസം കൂടുമ്പോഴേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്യിക്കണം. അപ്പോൾ അവളുടെ നഖമൊക്കെ വെട്ടി വരാല്ല, നമ്മൾ നഖം വെട്ടാനൊന്നും അവൾ നിൽക്കില്ല. അപ്പോൾ 3 മാസം കൂടുമ്പോൾ ഇതുപോലെ. ഞങ്ങൾക്ക് അറിയില്ല ഇവൾ നിന്ന് കൊടുക്കുമെന്ന് നമുക്കറിയില്ല.
അപ്പോൾ ഏതായാലും അവർ പിടിച്ചവിടെ നല്ല സ്നേഹത്തോടു കൂടി നല്ല സർവീസ് കേട്ടോ, ഒന്നും പറയാൻ പറ്റൂല നമുക്ക്, അത്രയും നമുക്ക് സന്തോഷമായി. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ഒരു ബോയ് എല്ലാം കഴുത്തിൽ കെട്ടിക്കൊടുക്കും കേട്ടോ. അത് നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ട് എന്നിട്ട് ഇതേ ബോഡി സ്പ്രേ ഒക്കെ അടിക്കണേന് കേട്ടോ. ബോഡി സ്പ്രേ ഒക്കെ അടിച്ചിട്ട് നല്ല സ്മെല്ലാണ് വരുമ്പോൾ, നല്ല ഭംഗിയാണ്, നല്ല രസമായിരുന്നു കാണാനായിട്ട്. റൂബി നല്ല സുന്ദരി കുട്ടിയായിട്ടാണ് വന്നത്, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് പിന്നെ നമ്മൾ ഇട്ടിട്ട് കൊണ്ടുപോയ ഹാർനസൊക്കെ ഇട്ടിട്ട് അവർ താഴേക്കെങ്കിലും ബോയ് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ ദേ അവർ എടുത്തുകൊണ്ട് വരണേന് കേട്ടോ, താഴേക്ക് കൊണ്ടുവരണേന്. അങ്ങനെ ഞങ്ങളപ്പോൾ ഓടി അവിടെ ചെന്ന്, അതിൻ്റെ അകത്താണ് സ്റ്റെയർ കേസ് ഉള്ളത്, അപ്പോൾ അവിടെ കൂടി വരണത് വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെന്നിട്ടാ. അപ്പോൾ ദേ വന്ന് ആൾ അങ്ങനെ ആ കൊച്ചിനോട് നമ്മൾ താങ്ക് യു പറഞ്ഞിട്ട് ഇതിനെയും കൊണ്ട് ഈ ഹാർനസ് പുതിയത് മേടിക്കുമ്പോൾ ഇട്ട് നോക്കിയിട്ട് മേടിക്കണമെന്ന് പറഞ്ഞ്. നമ്മളീ മേടിച്ചേക്കണ ഹാർനസ് അത്ര നല്ലതല്ല, കാരണം അത് കഴുത്തിൽ കൂടി ഇടക്ക് ഊരിപ്പോരുന്നുണ്ട്. അവൾ ഓപ്പോസിറ്റ് സൈഡിലേക്കൊന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ അത് കഴുത്തിൽ കൂടിയിട്ട് ഊരിപ്പോരും. അപ്പോൾ പണ്ട് നമ്മൾ അവിടെ മട്ടാഞ്ചേരിയിൽ നമ്മളുടെ ഹോസ്പിറ്റലിൽ ഇവളെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവള് ഓപ്പോസിറ്റ് സൈഡിൽ വലിഞ്ഞിട്ട് ഹാർനസ് കഴുത്തിൽ നിന്ന് ഊരിപ്പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിട്ടില്ല, ഹാർനസ് ഇല്ലാതെ അവളോട് മാറിയിരിക്കണേ. ഞാനിതിൻ്റെ അറ്റത്ത് പിടിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ വേറെ ആളുകളാണ് പറഞ്ഞത് ദേ കഴുത്തിൽ നിന്ന് അത് പോയിട്ടാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് ഹാർനസ് മാത്രമാണ് ഞാൻ കയ്യിൽ പിടിച്ചേക്കണത്, റൂബി അവിടെ മാറിയിരിക്കണായിരുന്നു. അപ്പോൾ അത് ഡേഞ്ചറസ് ആണ്, പെട്ടെന്ന് എന്തെങ്കിലും കണ്ട അവൾ ഓടി വല്ല അപകടം വരും. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവം അങ്ങോട്ട് മാറ്റിയേക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഹാർനസ് നോക്കാൻ വേണ്ടിയിട്ട് അവളുടെ അളവിൽ നമുക്ക് ഇട്ട് നോക്കണം. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹാർനസ് ഈ ചെറിയ ഡോഗുകൾ ഇതുപോലത്തെ ആ ഡോഗിനൊന്നും പറ്റുന്നത് അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം പറ്റുന്നത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം ഇവർക്ക് പറ്റുന്ന ഹാർനസ് വേറൊരു മോഡലാണ് അവിടെ ഉള്ളത്, അത് ഞങ്ങൾക്ക് അത്ര ഒരു ഭംഗി കുറവാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഹാർനസ് ഏകദേശം അവൾക്ക് ഒരുവിധം കറക്റ്റായിട്ടുള്ളത് നമ്മൾ എടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഇട്ടൊക്കെ നോക്കണേണ് അളവ്. അപ്പോൾ അവർ പറയുകയും ചെയ്ത് ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇട്ട് നോക്കാൻ പറ്റില്ല, എപ്പോഴും ഇട്ട് നോക്കിയിട്ട് വേണം ഹാർനസ് എടുക്കാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഈ ഹാർനസിൻ്റെ നല്ല ഭംഗിയുള്ള ഭാഗം മുകൾ വശത്ത് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് അടിവശത്താണ് വരുന്നത്. മുകൾ വശത്ത് ചെറിയ ബെൽറ്റുകൾ മാത്രമേ വരുള്ളൂ, ഈ അടിവശത്താണ് അതിൻ്റെ ഭംഗിയുള്ള പോർഷൻ കംപ്ലീറ്റ് ഉള്ളത്. അപ്പോൾ എനിക്കൊരു വിഷമമായി പോയി. അപ്പം ഞാൻ പറഞ്ഞു അതെന്താ അങ്ങനെ? അപ്പോൾ അവർ പറഞ്ഞത് ഇത് കാണാനുള്ള ഭംഗിക്കല്ല, ഈ ഡോഗ്സിന് വളരെ കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന, കഴുത്തിൽ കുടുക്ക് വരാതെ അവർക്ക് വളരെ കംഫർട്ടായിട്ടുള്ള രീതിക്കാണ് ഈ ഹാർനസ്സുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. ഇപ്പോൾ കണ്ട ഒരു ഉടുപ്പിട്ട പോലെ ഇരിക്കുന്നത്, അത് അടിവശത്ത് കണ്ട ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് കാണുന്നത്. ഇപ്പം നമ്മളിട്ടേച്ച ഹാർനസിൻ്റെ ബാക്ക് സൈഡ് മുകളിലാണ്, ഈ ഫ്രണ്ട് വശം പോലെയുള്ളത് മുകൾ വശത്താണ് വന്നേച്ചത്. പക്ഷേ അതാണ് തലേന്ന് ഊരിപ്പോകുന്നത്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഹാർനസ് എന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ ഹാർനസൊക്കെ മേടിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മേടിച്ച സാധനങ്ങൾ കാണിച്ചിട്ടില്ല, കാരണം വീഡിയോ ലെങ്ത്ത് കൂടുതലുണ്ട്. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ മേടിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. കുറച്ച് സാധനങ്ങൾ ഇവർക്ക് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ റൂബി അവിടെ സ്വന്തം വീട് പോലെ ആയിട്ട് അവളവിടെ ഓടി നടന്ന് കാഴ്ച കാണാനൊക്കെ തുടങ്ങി. കാരണം ഒരുപാട് ഡോഗുകളിങ്ങനെ വരുമ്പോൾ അവരുടെ സ്മെല്ലൊക്കെ അവിടെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് ആ സ്മെല്ലൊക്കെ പിടിച്ചിട്ട് അവിടെ മുഴുവൻ ഓടി നടക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അവിടെ ഓരോ ഡോഗുകളും വന്നിറങ്ങുമ്പോൾ തന്നെ ഇവിടെ കംപ്ലീറ്റ് അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്ലോറെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു എപ്പോഴും ക്ലീനായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ അവിടെ ഇവർ കുളിച്ചിട്ടൊക്കെ സ്പായൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുടിക്കാനായിട്ട് ഒരു വെള്ളത്തിൻ്റെ ഒരു നല്ലൊരു അടിപൊളി ഒരു ഡിസ്പെൻസറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് അവർക്ക് വെള്ളമൊക്കെ കുടിക്കാം. പിന്നെ ഇവർക്ക് പീ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്ത് 2 സ്ഥലത്ത് പുല്ലെല്ലാം പിടിപ്പിച്ചിട്ടിട്ടുണ്ട്, അവിടെ വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് പീ ചെയ്യാം. എല്ലാം കൊണ്ടും നല്ല സർവീസാണ്. നമ്മൾ വീണ്ടും അവിടെ പോകണമെന്ന് നമുക്ക് തോന്നും, അങ്ങനെയുള്ള ഒരു സർവീസാണ്. പിന്നെ കുറേ ബെഡുകളുണ്ട് കേട്ടോ. ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂബിക്ക് പറ്റുന്നത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ റിച്ചാർഡ് ഒരെണ്ണം എടുത്ത് അത് മേടിക്കാം എന്ന് കുറേ പറഞ്ഞെങ്കിലും ഞാൻ മേടിപ്പിച്ചില്ല. കാരണം റൂബിക്ക് എപ്പോഴും ഇങ്ങനെ ബെഡ് എന്ന് പറയുമ്പോൾ അവളെ മുട്ടിയിരിക്കണം ചുറ്റും. ഇത് അങ്ങനെയല്ല, ഇങ്ങനെ പരന്ന് കിടക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഞാൻ അത് മേടിക്കേണ്ട റിച്ചാർഡേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിപ്പിച്ചില്ല.
കാരണം വലിയ വലിയ ഡോഗിനൊക്കെ ഉള്ള പോലത്തെ ബെഡുകളെല്ലാം വലിയ വലുത് ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത് കംപ്ലീറ്റ് ബെഡാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ബെഡുകളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കതൊന്നും അത്ര അതൊക്കെ ഇവൾക്ക് പറ്റൂല എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ വെറുതെ പൈസ കൊടുത്തിട്ട് മേടിച്ചിട്ട് പിന്നെ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ വെള്ളം കുടിക്കുന്നതിന് അവൾ പല പ്രാവശ്യം ചെന്നിട്ട് വെള്ളം കുടിച്ചേട്ടാ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്ക്. ആ വെള്ളം ഇങ്ങനെ വരുമ്പോൾ അതിൽ നാക്ക് ഇങ്ങനെ തള്ളി ഇങ്ങനെ ആവില്ല, അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിലിങ്ങനെ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കണല്ലേ, അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടവൾക്ക്. അങ്ങനെ നമ്മളിത് സാധനങ്ങളൊക്കെ മേടിച്ച് പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങാൻ പണിയാണ്. ഇപ്പോൾ റൂബി കറങ്ങി നടക്കണേണ് കേട്ടോ എല്ലായിടത്തും. അപ്പോൾ ഇത് ഡ്രസ്സിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ റെയിൻകോട്ട് വരെ ഉണ്ട് ഡോഗ്സിൻ്റെ. അപ്പോൾ ഇവൾ പിന്നെ ഡ്രസ്സ് ഇട്ട് ശീലമില്ലാത്ത ആളായതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തില്ല, വേറെ കുറച്ച് സാധനങ്ങളൊക്കെ അവൾക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഫുഡിൻ്റെ ബൗളും അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ അവൾ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഇല്ലേ അവിടെയും ലെവൽ ക്രോസ്, അതായത് പനമ്പള്ളി നഗറിൽ ലെവൽ ക്രോസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് 2:30 എത്തേണ്ട സ്ഥലത്ത് 3 മണിക്കാണ് എത്തിയത്. അത് കഴിഞ്ഞ് ഇവളെയും കൊണ്ട് ഇറങ്ങി വീണ്ടും നമ്മൾ ലെവൽ ക്രോസ് എത്തിയപ്പോഴേക്കും അപ്പോഴും അത് ക്ലോസ് ആണ്. അവിടെ കുറേ അധികം നേരം ഇരിക്കേണ്ടി വന്ന്. റൂബി ആകെ ടയേർഡായി, കാരണം ചൂടുണ്ടായിരുന്നു, മഴയൊന്നും ഇല്ലാഞ്ഞോണ്ടേ. അങ്ങനെ പിന്നെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ സമാധാനമായിട്ട് പിന്നെ ട്രെയിൻ പോയി. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോയപ്പോഴും നമ്മൾ ഇവിടെ ബ്ലോക്കിൽ പെട്ട്. അപ്പോൾ റൂബി ആണെങ്കിൽ അവിടെ സ്പാ ചെയ്ത ക്ഷീണത്തോടു കൂടി ഇരിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഭയപ്പാടുണ്ട് ഉള്ളിൽ. പിന്നെ ഇവിടെ കിടന്ന് ചൂടെടുത്തുകൊണ്ട് ഭയങ്കര വിഷമത്തിലാണല്ലോ. അപ്പോൾ റയനൊന്ന് വീശി കൊടുക്കണേണ് അവൾക്ക്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തിനൊക്കെ ഇച്ചിരി കളിയാക്കണത് കൊച്ച് കുപ്പി എടുക്കണ പേരെ വാ ഇറങ്ങ്. കൊച്ചു വാ ഒന്ന് പൂത്തടയ്ക്ക് വന്ന് അടച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞ് റൂബിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ കിടത്തിയതാണ് കേട്ടോ. റൂബി ആകെ അവശതയാണ്. അതിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും അവളാകെ അവശതയായിട്ടായിരിക്കുള്ളൂ വരണത്. കാരണം അവർക്ക് ഭയങ്കര മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ആ വിഷമവും ശരീരത്തിൻ്റെ ഒരു തളർച്ചയും എല്ലാം കൂടി ആളാകെ വിഷമിച്ച് കിടന്നുറങ്ങണേണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കാരണം ഇതിൻ്റെ കൂടെ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആകും കേട്ടോ. അതുകൊണ്ട് നാളത്തെ വീഡിയോയിൽ ഇപ്പോൾ സൺഡേ ഞാൻ വീഡിയോ ഇടുന്നതാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൺഡേ ആയിരിക്കുള്ളൂ വീഡിയോ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ റൂബിനെ കൂടി ഞാൻ കിടക്കണ കണ്ടു കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞും കിടക്കണ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കും കേട്ടോ. അപ്പം നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്